സൗഹൃദവും ബന്ധങ്ങളും ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കുന്ന ഘടകങ്ങളിലേറെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൻ്റെ പല ഘടകങ്ങളിൽ നാം സന്ധിച്ചവർ, പല കാരണങ്ങളാൽ നമുക്കേറെ പ്രിയപ്പെട്ടവർ, അങ്ങനെ പല വഴിത്താരകളിൽ ഒന്നിച്ചു ചേർന്നവർ ഒത്തൊരുമിച്ച് ചേർന്നു അവർക്ക് പ്രിയങ്കരനായ വ്യക്തിക്ക് വേണ്ടി. അധ്യാപകർ, സഹപാഠികൾ, സുഹൃത്തുക്കൾ എല്ലാവരും ഒത്തുചേർന്നു അവർക്ക് പ്രിയങ്കരനായ സ്വരാജിന് വേണ്ടി. വിഷയങ്ങളിൽ അവഗാഹത്തോടെ സംസാരിക്കുന്ന, സംവാദങ്ങളിൽ ജനാധിപത്യ മര്യാദ പുലർത്തുന്ന, നിലപാടുകളിൽ കൃത്യതയും പറയുന്ന കാര്യത്തിൽ തീർച്ചയും മൂർച്ചയുമുള്ള അവരുടെ പ്രിയങ്കരനായ എം സ്വരാജിന് വേണ്ടി അവർ ഒത്തുചേർന്നു. ഒരു വട്ടം കൂടി പ്രിയ സ്വരാജിനൊപ്പം എല്ലാവരും ഒത്തുചേർന്നപ്പോൾ അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യപക്ഷത്തു നിന്നൊരാൾ തന്നെയായിരിക്കണം നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തേണ്ടത്. നിലമ്പൂരിൽ ഗ്രീൻ ആർട്ട് ഓഡിറ്റോറിയത്തിൽ എല്ലാവരും സ്വരാജിനായി ഒത്തുചേർന്നപ്പോൾ എഴുത്തുകാരി KR മീര പറഞ്ഞ വാക്കുകളിലുണ്ട് സ്വരാജ് അവർക്കിടയിൽ സൃഷ്ടിച്ച സ്വാധീനത്തിന്റെ പ്രഭാവം എത്രത്തോളം ഉണ്ടെന്നറിയാൻ. ശ്രീ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം അറിഞ്ഞ ഉടനെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു ചെറിയ കുറിപ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഈ രാഷ്ട്രീയ എതിരാളികളെ അങ്ങേറ്റം അവഹേളിക്കുകയും അവരുടെ സ്വഭാവഹത്യ നടത്തുകയും അങ്ങേറ്റം നിന്ദിച്ചുകൊണ്ട് മംഗലശ്ശേരി നീലകണ്ഠന്മാരും അയ്യപ്പൻ കോശിമാരുമായി ആറാടുകയും ചെയ്യുന്ന ആളുകൾക്കിടയിൽ ജനാധിപത്യ മര്യാദയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതികരിച്ചതിന് എം സ്വരാജിന് നന്ദി എന്നാണ് ഞാൻ എഴുതിയിരുന്നത്. സ്വരാജിനൊപ്പം അദ്ദേഹത്തിന് ചുറ്റുമുള്ള സമൂഹവും വളരുകയാണ് എന്ന് പറഞ്ഞ KR മീര അതിനൊപ്പം കൂട്ടിച്ചേർത്തു. അമാന്യമായ വാക്കുകൾ ഉപയോഗിക്കാതെ ഇക്കാലത്തും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിലനിൽക്കാൻ കഴിയുമെന്ന് സ്വരാജ് ബോധ്യപ്പെടുത്തുന്നു. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കൾക്ക് മംഗലശ്ശേരി നീലകണ്ഠന്മാരാകാനല്ല, അയ്യപ്പനോ കോശിയോ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് ഡയലോഗ് പറഞ്ഞ് ശ്രോതാക്കളെയും പ്രേക്ഷകരെയും ത്രില്ലടിപ്പിക്കാനല്ല, മറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ കാലത്ത് ചെയ്തു തീർക്കാനുണ്ട് എന്ന് ഓർമ്മിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ സ്വരാജിനെ പോലെ എനിക്ക് മുമ്പ് സംസാരിച്ച മിനി ടീച്ചർ സ്വരാജിനെ വിശേഷിപ്പിച്ചതുപോലെ അമാന്യമായ ഒരു വാക്കുപോലും പ്രവൃത്തി പോലും ഇല്ലാത്ത രാഷ്ട്രീയ നേതാക്കളുടെ ആവശ്യകത, അത്യന്താപേക്ഷികത, അനിവാര്യത ഒക്കെ സമൂഹം അങ്ങേയറ്റം ആവശ്യപ്പെടുന്ന ഒരു കാലമാണിത്. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അരൂർ MLAയും ഗായികയുമായ ദലീമ പാടി അവസാനിപ്പിച്ചപ്പോൾ സ്കൂളിലും കോളേജിലും ആവേശമായ ഒരു സുഹൃത്ത് അക്കാലഘട്ടത്തിലെ അനുഭവങ്ങളെല്ലാം അവിടെ ഒത്തുചേർന്നവരുടെ മനോമുകളങ്ങളിൽ വീണ്ടും തളിരിട്ടു. അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവച്ച് വീണ്ടും ആ പഴയ കാലത്തിൻ്റെ രുചി അവർ ഒരു വട്ടം കൂടി നുണഞ്ഞു. ആഹ്ലാദകരമായ അന്തരീക്ഷത്തിൽ സൗഹൃദം കൈമോശം വരാതെ സൂക്ഷിക്കുന്നത് ഇക്കാലത്ത് പ്രധാനമാണെന്ന് എം സ്വരാജ് പറഞ്ഞു. അങ്ങനെ ഒരു വട്ടം കൂടി പ്രിയ സ്വരാജിനൊപ്പം ഒത്തുചേർന്നവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരും ഇതര ജില്ലകളിൽ താമസിക്കുന്നവരും എല്ലാവരും ഒരേ പ്രതീക്ഷയാൽ പിരിഞ്ഞു. തങ്ങളുടെ പ്രിയപ്പെട്ടവനായ എം സ്വരാജിന്റെ ശബ്ദം ഇനി നിയമസഭയിൽ കേൾക്കാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ